സ്വാഗതം. ഞാൻ ഇങ്ങനെ വലിയൊരു പ്രഭാഷണം നടത്താനുള്ള ഒരു ശേഷിയുള്ള ആളാണെന്ന് അങ്ങനെ ഞാൻ കരുതുന്നില്ല. പക്ഷേ നമുക്ക് ഈ വിഷയങ്ങൾ പറയാൻ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു സാഹസത്തിന് മുതിർന്നത് ആണ്. അതിന് എല്ലാവരോടും എന്നോട് ക്ഷമിക്കണം എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കുറേ കാലമായി കേട്ടുവരുന്ന ഈ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിലെനിക്ക് വലിയ വിഷമമുണ്ട്. അത് ഈ ആശയ അവതരണ രീതിയാണോ അല്ല അക്ഷര അവതരണ രീതിയാണോ എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയിൽ അത് പരിശോധിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിലാണ് ഈ പറയുന്ന പല പരിഷ്കാരങ്ങളും വളരെ കാലമായിട്ട് നടന്നു വരുന്നത്. അവിടെ നിരക്ഷരത എന്നുള്ളത്, ഫങ്ഷണൽ ലിറ്ററസി എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ടാണ് അവിടെയുള്ള ധാരാളം ആളുകൾ കാണുന്നത്. ഇപ്പം അടുത്ത 2000 അവരുടെ ഒരു വിദഗ്ധ സംഘം അവിടുത്തെ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പാനൽ തയ്യാറാക്കുകയുണ്ടായി. അതിപ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞരും ലിംഗ്വിസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു പാനൽ അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. 2000 തന്നെ അവരത് സമർപ്പിച്ചിട്ടുണ്ട്. നാഷണൽ റീഡിംഗ് പാനൽ. The teaching children to read, an evidence-based assessment of the scientific research literature on reading and its implication for reading instruction. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മുടെ രാജ്യത്ത് അങ്ങനെ ആരും ഒരു വിദഗ്ധരും ഇല്ല. എല്ലാം നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളെ പിന്തുണക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ട് പഠിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ല എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാളെയും നമുക്ക് കാണുന്നത്. അതേസമയത്ത് അമേരിക്കയിൽ അങ്ങനെയല്ല. അവിടെ ധാരാളം പണ്ഡിതർ അതൊക്കെ പഠിക്കുകയും അതിന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മളെ ഒരു വളരെ അവികസിതമായിട്ടുള്ള ഒരു സ്ഥിതിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നയപരമായിട്ട് വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. അതായത് നേരത്തെ നമുക്ക് ഒരു DPI ഉണ്ടായിരുന്നു, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ഇപ്പോഴ് അത് മാറ്റി ഡയറക്ടർ ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ. ആരും അതിൻ്റെ ആ മാറ്റം മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ബോധനം ഇപ്പോൾ ഇല്ല, എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. അതായത് പഠിപ്പിക്കലിനു പകരം പഠിക്കൽ മാത്രമേ ഉള്ളൂ, പഠനം മാത്രമേ ഉള്ളൂ, ലേണിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ചകളെ, ഈ പരിഷ്കാരങ്ങളെ വിലയിരുത്തേണ്ടത്. പഠിപ്പിക്കുക, അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അന്നങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ നമ്മുടെ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ അത് വേണ്ട ഇനി എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് പഠനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠനം, ലേണിംഗ് മാത്രം ഉള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പറ്റിയ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ നടപ്പാക്കുന്ന പറയുന്ന ആശയാവതരണ രീതി എന്ന് പറയുന്ന
ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് അല്ലെങ്കിൽ സമഗ്ര ഭാഷാ ദർശനം എന്നോ സമീപനം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫിലോസഫി, അതൊരു ഹോൾ ലാംഗ്വേജ് ഫിലോസഫി, യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസത്തിൽ ഫിലോസഫി വരുന്നത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിലായിരിക്കും. അത് അതിന്റെ ബോധനശാസ്ത്രം തീരുമാനിക്കുന്നത്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാൻ പറയും. അതിന്റെ കനകദാസ് ചേട്ടാ ഒന്ന് വീഡിയോ ഓഫ് ചെയ്യാവോ? അപ്പൊ അതിന്റെ ഫിലോസഫി, സൈക്കോളജിയാണ് യഥാർത്ഥത്തിൽ ബോധനത്തിന് വേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു സമഗ്ര ഭാഷാ ദർശനം, ഫിലോസഫിയാണ് വായനയുടെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ്, പഠിപ്പിക്കൽ അവസാനിപ്പിച്ചതുകൊണ്ടാണ്. പക്ഷെ അത് നയപരമായിട്ടുള്ള തീരുമാനമാണെങ്കിലും അത് ഇപ്പം പല ആൾക്കാരും അക്ഷരം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഫലം, ഇഫക്റ്റ് അത്ര വേണ്ടത്ര ചില സ്ഥലങ്ങളിലെങ്കിലും അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം സ്കൂളിൽ കുട്ടികൾ അക്ഷരം പഠിച്ചില്ലെങ്കിൽ അവർക്ക് കുട്ടികൾ കുറയും. അപ്പോൾ ആ സ്കൂള് അധ്യാപകർക്ക് ബാധിക്കുന്നുള്ളതുകൊണ്ട് അവരങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വശത്ത് അങ്ങനെ ഒരു ഇതില്ലെങ്കിലും നിയമവിരുദ്ധമായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് ശരിയായ അർത്ഥത്തിലല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ദോഷം കുറയുന്നുമില്ല. ഒരു ഭാഗത്ത് അക്ഷരം പഠിപ്പിക്കുന്നു, പക്ഷെ അക്ഷരം പഠിക്കാതിരിക്കാൻ ശരിയായ രീതിയിൽ ഉറക്കാത്ത ഒരു ഭാഷാ പഠന രീതിയും ഉണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഭാഷാ പഠനം എന്ന് പറയുന്നത് അത് ഭാഷ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സ്പോക്കൺ ലാംഗ്വേജ് ആണ്. അടിസ്ഥാനപരമായിട്ട് ഭാഷ സ്പോക്കൺ ലാംഗ്വേജ് ആണ്. അത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 1,00,000-ലധികം വർഷം മുമ്പേ പരിണമിച്ചുണ്ടായതാണ്, നേരത്തെ മണികണ്ഠൻ പറഞ്ഞ പോലെ. എന്നാൽ എഴുത്ത് അത് അടുത്ത കാലത്തുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ട് പഠിക്കാവുന്നതല്ല. പക്ഷെ ഈ സമഗ്ര ഭാഷാ ദർശനക്കാർ പറയുന്നത് ഭാഷാ പഠനം എന്ന് മാത്രമേ പറയുള്ളൂ. അവരുടെ ഇതൊന്നും റീഡിങ്, റൈറ്റിംഗ്, അങ്ങനെ അതായത് ലിഖിത ബോധനം അങ്ങനെയൊന്നും അവർ പ്രത്യേകിച്ച് പറഞ്ഞു കാണാറില്ല. ജനറലി പറയേണ്ടി വരുമ്പോൾ പറയുന്നല്ലാതെ. പക്ഷെ പൊതുവിൽ അവർ ഭാഷാ പഠനം എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഭാഷ പഠിച്ചത്? കുട്ടി ഭാഷ പഠിച്ചത് വളരെ ഈസി ആയിട്ടാണ്, അതായത് അബോധപൂർവമാണ്, അനായാസമാണ്, വളരെ സന്തോഷത്തിലൂടെ. കുട്ടീനെ ആരും നിർബന്ധിച്ചിട്ടൊന്നും പഠിപ്പിച്ചിട്ടല്ല കുട്ടി ഭാഷ പഠിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും ഭാഷ പഠിക്കണം. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലും എഴുത്തും അതുപോലെ പഠിക്കണം എന്നുള്ള നിർബന്ധമാണ് അവർക്ക്. അത് അടിസ്ഥാനപരമായിട്ട് വളരെ തെറ്റാണ് എന്നുള്ളതാണ്. കാരണം ഈ എഴുത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, നേരത്തെ മണികണ്ഠൻ പറഞ്ഞതാണ്, ആദ്യം എഴുത്ത് ചിത്രം കണക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയത്. അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം നെല്ല് അല്ലെങ്കിൽ ആടുകളുടെ ഒക്കെ കണക്കുകൾ പുറത്തു പോയാൽ അതിൻ്റെ എണ്ണമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എഴുതാൻ തുടങ്ങിയത്, കണക്കിലാണ്. പിന്നീട് അത് ചില ആശയങ്ങളും അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയുന്നവർക്ക് മനസ്സിലായി. ഇപ്പൊ സൂര്യൻ്റെ ഒരു ചിത്രം, ഒരു വട്ടം വരച്ച് കുട്ടികളിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ നമുക്ക് സൂര്യനെ കുറിച്ചുള്ള ഒരു ആശയം കിട്ടും. അല്ലെങ്കിൽ ഒരു കാട്ടിൽ ഒരു വല്ലാത്ത ഒരു മൃഗമുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഉപദ്രവിക്കുന്ന ഒരു മൃഗമുണ്ടെങ്കിൽ അപ്പോൾ അതിനെ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ചിത്രം ഒരു പാറയിൽ വരച്ചിടാം. അപ്പോൾ അതിൽ നിന്നും ആളുകൾക്ക് ഇവിടെ ഒരു ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ട് ഇവിടെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും അവിടത്തെയും കുറേയധികം ആശയക്കുഴപ്പമുണ്ട്. അത് ഒരുപക്ഷെ വേറൊരാളത് കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആ മൃഗമുണ്ടല്ലോ, ഇപ്പോൾ ഒരു മുട്ടനാടാണ്,
എങ്കിൽ അതിനെ നമുക്ക് വേട്ടയാടാം എന്ന് ചിന്തിക്കാം. വേറെ ആളുകൾ ഇവിടെ അപകടമുണ്ട്, അതുകൊണ്ട് ഈ ഭാഗത്ത് പോകണ്ട എന്ന് തീരുമാനിക്കാം. എങ്കിലും അത് ആശയവിനിമയത്തിന്റെ വളരെ അത്ര അവ്യക്തമായ ഒരു സംഗതി ആയിരിക്കില്ല. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ എല്ലാ ആശയങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നെ ചിത്രം വിട്ടിട്ട് ആശയലിപി എന്നുള്ള ഒരു രീതിയിൽ ഈ ഹൈറോഗ്ലിഫിക്സും നമ്മുടെ മൊഹൻജോദാരോയിലൊക്കെയുള്ള പല ചിഹ്നങ്ങളും കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോ വാക്കിനെയും ഓരോ ചിഹ്നം വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഭാഷയിൽ എത്ര വാക്കുണ്ടോ അത്രയും ചിഹ്നങ്ങൾ വേണ്ടി വരും. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ അത്രയും ചിഹ്നങ്ങളൊന്നും ഓർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ എഴുത്ത് അധികമൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ. അത് ഒരു ജനകീയമായ ഒരു രീതിയായി മാറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീടാണ് ഒരു വലിയ കണ്ടുപിടുത്തം മനുഷ്യർ നടത്തിയത്. ഇങ്ങനെ ആശയങ്ങളെയോ രേഖപ്പെടുത്തുന്നതിന് പകരം, അതിനെ പ്രതിനിധീകരിക്കുന്നതിന് പകരം, ഇതിൻ്റെ ഈ സൗണ്ടിനെ, ശബ്ദത്തെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ, ഓരോ ശബ്ദത്തിനും ഓരോ ചിഹ്നം വെക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമുള്ളതായിരിക്കും. വളരെ കുറച്ച് ചിഹ്നങ്ങളെ വേണ്ടൂ. അതായത് നേരത്തെ മണികണ്ഠൻ സാർ പറഞ്ഞതുപോലെ ഈ ഫൊണീംസ്, അതായത് നമ്മുടെ സംസാരത്തില്, നമ്മളെ ഭാഷയിലെ ശബ്ദങ്ങളെ ഓരോ വാക്കിനെയും വേർതിരിച്ചെടുത്താൽ കിട്ടുന്ന ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് സ്വനിമം അല്ലെങ്കിൽ ഫൊണീം എന്ന് പറയാം. അത് ഇംഗ്ലീഷിൽ 44 ശബ്ദങ്ങളേ ഉള്ളൂ. മലയാളത്തിൽ അത് 55 6 മറ്റോ ആയിരിക്കും. അത് ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും ഈ ഫൊണീമിനെ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ സ്വനിമങ്ങളുടെ കണ്ടുപിടുത്തമാണ് എഴുത്തിലേക്ക് അത് വളരെ ജനകീയമായ, അതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരാശി എത്തിച്ചത്. അപ്പോൾ ഓരോ വാക്കിനെയും അപഗ്രഥിക്കുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം തറയിൽ ത അഥവാ ത് കൂട്ടണം ആ കൂട്ടണം റ. അത് നമ്മൾ മലയാളത്തിൽ അത് ത എന്നുള്ള ഒരു അക്ഷരവും റ എന്നുള്ള അക്ഷരവും എഴുതിയാൽ മതി, തറ എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കണ്ടുപിടുത്തം, ഇത് ഫൊണീമിൻ്റെ ഈ കണ്ടുപിടുത്തം പിന്നീട് മനുഷ്യരുടെ അത് എഴുത്തിലേക്ക് പഠിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു ജനകീയ പ്രസ്ഥാനമായി, അല്ലെങ്കിൽ വായന എല്ലാവരിലേക്കും എത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്നാൽ ഇത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടങ്ങ് പഠിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിന് അത് അക്ഷരങ്ങളെ വേർപെടുത്തി പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരികൾക്ക് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടില്ല. അവർ ആശയ ഭാഷ, ഇപ്പം നമ്മൾ ഇങ്ങനെ താ റാ എന്നൊക്കെ എഴുതുമ്പോൾ താക്ക് എന്താണ് ആശയം? കാരണം ഭാഷ പഠിക്കുന്നത് ആശയ ഗ്രഹണത്തിന് വേണ്ടി, ആശയവിനിമയത്തിന് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ താന്നും റാന്നും പറഞ്ഞാൽ അതിലൊന്നും ആശയമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭാഷാ പഠനത്തിൻ്റെ ഒരു രീതി അതല്ല. അതിനു പകരം വലിയ ഒരു ചെറിയ കഥ പഠിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് വാക്ക് കണ്ടുപിടിക്കുക, അതിൻ്റെ അകത്ത് അക്ഷരം, അങ്ങനെ എത്തിയാൽ കുട്ടി അത് പഠിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ
നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ വാക്കുകൾ പഠിച്ചത് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകിയിട്ടുള്ളത് റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള പാവ്ലോവാണ്, ഇവാൻ പാവ്ലോവ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വായനയെ ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കണ്ടെത്തലാണ് കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ മലയാളം ഞാൻ മറന്നുപോയി. എന്തായാലും റിഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്വയം നിയന്ത്രിതമായിട്ടുള്ള, സ്വയം ഉണ്ടാവുന്ന ചില പ്രവർത്തനങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ ചെറിയ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നത്, അതൊക്കെ ജന്മനാ ഉള്ള ഒരു റിഫ്ലക്സ് ആണ്. അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി, ഒരു വയസ്സിൽ താഴെ ഒരു 3-4 മാസം പ്രായമായ കുട്ടി വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അത് മുങ്ങിപ്പോകുന്നു, പക്ഷെ അത് നീന്തിപ്പോകും. അല്ലെങ്കിൽ ഒരു കുട്ടിയെ താഴേക്ക് ഇടുകയാണെങ്കിൽ, അങ്ങനെ ഇടാനല്ല, അഥവാ അങ്ങനെ വീഴുകയാണെങ്കിൽ അത് ഉടനെ മുകളിലോട്ട് കൈ പൊന്തിക്കുന്നത് കാണാം. അതൊക്കെ റിഫ്ലക്സുകളാണെന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്സ് 2 തരത്തിലുണ്ട്. അൺകണ്ടീഷൻഡ് റിഫ്ലക്സും പിന്നെ മനുഷ്യൻ പഠിച്ചെടുക്കുന്ന കണ്ടീഷൻ റിഫ്ലക്സ്. അൺകണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ഒരു ഭക്ഷണം നമ്മുടെ വായിലിടുമ്പോൾ വായിൽ ഉമിനീര് വരുന്നത് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ ഈ പ്രക്രിയ മനസ്സിലാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, പാവ്ലോവ് പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അല്ലെങ്കിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് ഉദ്ദീപനം എന്ന് പറയാം. അതിന്റെ മലയാളം എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെ പറയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഭക്ഷണം മണക്കുന്നതോ അല്ലെങ്കിൽ വായിലിട്ട് ചവക്കുന്നതോ അതൊരു സ്റ്റിമുലസ് ആയിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ വായിൽ ഉമിനീര് വരും. ആ ഉമിനീര് വരുന്നത് ഒരു റെസ്പോൺസ് എന്ന് പറയും. അതിന് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഇത് ആരും പഠിപ്പിക്കേണ്ടതൊന്നുമില്ല, അത് മുന്നനുഭവത്തിലൂടെ ഒന്നുമല്ല, സ്വാഭാവികമായിട്ട് വരുന്നത്. ഇതാണ് അൺകണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. കുട്ടി ശബ്ദം ഉണ്ടാക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു. ചെറിയ കുട്ടികൾ ബാബ്ലിംഗ് എന്ന് പറയും, എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കും. അത് ജന്മന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കുട്ടിയുടെ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുകയും കുട്ടി വേറെ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ കേൾക്കുന്നത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കുട്ടിയുടെ ശബ്ദം അൺകണ്ടീഷൻഡ് റെസ്പോൺസുമാണ്. എന്നാൽ ഒരു 11 മാസം ആകുന്ന സമയത്ത്, കുട്ടിക്ക് 11 മാസം ആകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും അതിൽ. അതായത് അതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. പാവ്ലോവ് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ് കണ്ടീഷൻഡ് റിഫ്ലക്സിനെ കുറിച്ചിട്ട്. ഇത് പഠിച്ചെടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ ധാരാളം പട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാകുമ്പോൾ അദ്ദേഹം ഈ പരീക്ഷണം നടത്തിയത് അതിന്റെ ഉമിനീരിന്റെ വായിൽ ഉണ്ടാകുന്ന ഉമിനീരിനെ കുറിച്ചുള്ള അത് എത്രമാത്രം ഉണ്ടാകുന്നു അതിനെക്കുറിച്ചുള്ള ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ പട്ടിക്ക് ഭക്ഷണം കാണുമ്പോൾ വായിന്ന് ഉമിനീര് വരുന്നു. അത് അദ്ദേഹത്തിന് എന്തോ സംശയം ഉണ്ടാക്കി, അതെന്തുകൊണ്ടാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചാരകർ അല്ലെങ്കിൽ സേവകരൊക്കെ വരുമ്പോൾ അതിന്റെ വായിൽ ഉമിനീര് വരുന്നു. അദ്ദേഹത്തിന്റെ ശാസ്ത്രാന്വേഷണത്തിൽ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ മറ്റു ചില ഉദ്ദീപനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള പരീക്ഷണങ്ങൾ തുടർന്നു. അതായത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബെല്ലടിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത ഉടനെ അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ ഒരു മണിയടിക്കുന്നു. മണിയടിക്കുമ്പോൾ അത് കുറെ പ്രാവശ്യം ആവർത്തിച്ചു കഴിയുമ്പോൾ മണിയടിച്ചാൽ തന്നെ അതിൻ്റെ പട്ടിയുടെ വായിൽ ഉമിനീര് വരുന്നത് കാണാം.
അതായത് നേരത്തെ മണിയടിച്ചാൽ ഒരു പട്ടിയുടെ വായന്നും ഉമിനീര് വരില്ല, കാരണം അതൊരു ന്യൂട്രലാണ്, അതിന് യാതൊരു പ്രതികരണം ഉണ്ടാവില്ല മണിയടിച്ചാൽ. പക്ഷെ ഇപ്പോ മണിയടിക്കുന്നതോടെ അതിന്റെ വായിൽ ഉമിനീര് വരുന്നു. അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റിമുലസ്, ഒരു കൃത്രിമമായിട്ടുള്ള ഉദ്ദീപനം ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കുന്നു. ഇവിടെ ഈ സ്വാഭാവിക പ്രതികരണം ഇറച്ചി കൊടുത്തിട്ടുണ്ടായതല്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രതികരണത്തിന് പാവ്ലോവ് പറയുന്നത് കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്നാണ്. അതുപോലെ തന്നെ ഈ മണിയുടെ നാദം, അതിനെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയും. അതൊരു വ്യവസ്ഥയാണ്. അതുമായിട്ട് ആ മണിയും ഭക്ഷണവും തമ്മിൽ ബന്ധിപ്പിച്ചെടുത്ത് കുറെ കാലം ചെയ്യുമ്പോൾ ഈ വ്യവസ്ഥ, മണിയടിക്കുമ്പോൾ ഒരു കണ്ടീഷൻ, അതിന്റെ വായിൽ ഉമിനീര് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ ഈ സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം ഈ ഉദ്ദീപനങ്ങളെ സിഗ്നൽ എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കുന്ന വാക്കുകൾ, നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത് ഇതുപോലുള്ള ഒരു സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സിഗ്നലുകളെ ആദ്യത്തെ ഫസ്റ്റ് സിഗ്നൽ എന്നും ഈ വാക്കുകളെ അദ്ദേഹം സെക്കൻഡ് സിഗ്നൽ അല്ലെങ്കിൽ രണ്ടാം ചിഹ്ന വ്യവസ്ഥ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വാക്ക് പഠിക്കുന്നത് നോക്കാം, സംസാരിക്കാൻ. അപ്പോൾ ഒരു കുട്ടി ഒരു മാങ്ങ കാണുകയാണ്. കുട്ടിയുടെ അമ്മ മാങ്ങ എന്ന് പറയുകയും മാങ്ങ കാണിക്കുകയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു. കുട്ടിക്ക് അത് കുറെ പ്രാവശ്യം അത് കണ്ടു കഴിയുമ്പോൾ, ഒരു 4-5 പ്രാവശ്യം, വീട്ടിലൊക്കെ മാവുള്ളതാണെങ്കിൽ അത് പല പ്രാവശ്യം മാങ്ങ എന്ന് പറയും, അത് ആൾക്കാർ തിന്നുന്നതൊക്കെ കേൾക്കുമ്പോൾ അപ്പോഴൊക്കെ ഇത് പറയുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് മാങ്ങ എന്ന് കേട്ടാൽ കുട്ടിക്ക് ആ വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ഓർമ്മിക്കാൻ കഴിയും. അതാ മാങ്ങ കണ്ട അതേ ഒരു അനുഭവം കുട്ടിക്കുണ്ടാവും. ഇതുപോലെയാണ് മറ്റ് വാക്കുകൾ, ഓരോ വസ്തുവിനെ കുറിച്ചുള്ള ഒരു വസ്തുവിന്റെ പേര് പഠിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉദ്ദീപനങ്ങളും, രണ്ട് ഉദ്ദീപനങ്ങൾ, അതായത് മാങ്ങയുടെ കാഴ്ചയും അതിന്റെ ശബ്ദവും ഒരുമിച്ച് പല പ്രാവശ്യം ആവർത്തിക്കണം. നേരത്തെ പട്ടിയിൽ ചെയ്തതുപോലെ ബെല്ലും ഇറച്ചിയുടെ ആഹാരവും അത് പല പ്രാവശ്യം ബന്ധിപ്പിക്കുമ്പോഴാണ് അത് പിന്നീട് ആ ബെല്ലടി കേൾക്കുമ്പോഴും അതേ പ്രതികരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വാക്കുകൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എഴുത്തിലേക്ക് വരുമ്പോൾ, എഴുത്തിനെ അദ്ദേഹം പറഞ്ഞത് ഗ്രാഫിക് സ്പീച്ച് എന്നാണ്. അതെന്തായാലും ഇപ്പൊ എഴുത്തിന്റെ കാര്യത്തിലും എന്ത് വേണം, അക്ഷരങ്ങളെ എഴുതുന്നതോടൊപ്പം തന്നെ അതിന്റെ ശബ്ദവും കുട്ടി കേൾക്കണം. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ പിന്നീട് ഈ അക്ഷരം കാണുമ്പോൾ ആ ശബ്ദം മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ ഒരാൾ കുട്ടിയോട് ആ എഴുതെന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി സങ്കീർണമാണ്. അത് അത്രയും പെട്ടെന്ന് വിശദീകരിക്കാൻ വിശദീകരിച്ചാലും മനസ്സിലാക്കാൻ കുറെ വിഷമമുണ്ട്. അതിൽ പല അവയവങ്ങൾ, അതായത് നമ്മുടെ കേൾവിയുടെ ഇന്ദ്രിയം, സ്പർശനത്തിൻ്റെ ഇന്ദ്രിയം, അതുപോലെ തന്നെ പേശികളിൽ നിന്നുള്ള സംവേദനങ്ങൾ, പിന്നെ നമ്മുടെ ടെൻഡൻ അല്ലെങ്കിൽ സ്നായുക്കളുടെ അതിൽ നിന്നുള്ള സംവേദനങ്ങൾ, ഇതൊക്കെ കൂടിച്ചേർന്നിട്ടാണ് ഇതിനെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു തലച്ചോറിലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബന്ധം
ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എഴുത്തിലൂടെ ആണ് വായന പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ എഴുതുന്ന സമയത്ത് കുട്ടി അത് പറഞ്ഞുകൊണ്ട് എഴുതണം, എന്നാൽ ഈ രണ്ട് ബന്ധം ഉണ്ടാവുള്ളൂ.